നമ്മളെ അനന്തമായി പരിപാലിക്കുകയും കൃപയാൽ നിറച്ച് നമ്മളെ നയിക്കുകയും ചെയ്തു. ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കാം, അവന്റെ കാരുണ്യം നമുക്ക് ഓർക്കാം. കഴിഞ്ഞ ആഴ്ചകളില് നമ്മളെ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തെ കുറിച്ചാണ് കേട്ടത്. വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഓരോരുത്തർക്കും ദൈവം സൗജന്യമായി നൽകുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ മാമോദീസായിലൂടെയും സൈരലേപനത്തിലൂടെയും ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണല്ലോ. നമുക്ക് ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. വലിയ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ നിർജീവാവസ്ഥകളിൽ നിന്നെല്ലാം മോചനം നേടി വലിയൊരു അഭിഷേകവും ഉന്നതമായ ശക്തിയും അതിലേറെ ശക്തമായ കൃപയും നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നിമിഷങ്ങളില് നാം ഓരോരുത്തരും അത്ഭുതകരമായ വിധത്തില് അഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തില് 1-ാം അധ്യായത്തില് 8-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്തു. അതെ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും പകരുന്നത് സാക്ഷികളാകുവാനായിട്ടാണ്. നമുക്കറിയാം, അപ്പസ്തോലന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ഒരു നാവിന്റെ രൂപത്തിലാണ്. അപ്പസ്തോലന്മാരുടെ ഉള്ള പരിശുദ്ധാത്മാ അഭിഷേകം അന്ന് ജെറുസലേമിൽ കൂടിയിരുന്ന സകല സമൂഹത്തിനും വെളിപ്പെടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തോ അവരുടെ ഇടയിൽ സംഭവിച്ചു, ഈ ജനത്തിന്, ഈ കൂടി വരുന്ന മനുഷ്യർക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞതും അവരുടെ നാവിലൂടെ വന്ന ദൈവവചനങ്ങളിലൂടെയാണ്. ഭാഷാപരത്തിലൂടെ അവർ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അപ്പസ്തോലന്മാർ സംസാരിച്ചപ്പോൾ അവിടെ കൂടി വന്ന ജനത്തിന് മുഴുവൻ ആ ഒരു പുത്തൻ അനുഭവമായി മാറുവാൻ അത് കാരണമായി തീർന്നു. അതുപോലെയുള്ള ഒരഭിഷേകം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഈ അഭിഷേകം നമ്മുടെ മേൽ പകരണപ്പെടണമെന്ന് നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. നമ്മൾ ഓരോരുത്തരും അഭിഷേകത്താൽ നിറയുന്നതിന്, കൃപയാൽ ശക്തിയാൽ ജ്വലിക്കുന്നതിന്, പുതിയ വ്യക്തികളായി മാറുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ആത്മാവിനെ നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ ശക്തി ജ്വലിക്കണം. ആത്മാവിന്റെ ശക്തി ജ്വലിച്ച് നമ്മൾ വരങ്ങളാല്, ദാനങ്ങളാല്, ഫലങ്ങളാൽ നമ്മൾ പൂരിതരാകണം. വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മൾ പൂരിതരമാകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും പുതിയ വ്യക്തികളായി മാറുന്നതും യേശു പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന് സാക്ഷികളാകുവാനായിട്ട്, സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാനായിട്ട്, ലോകത്തിന്റെ പ്രകാശമാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി അവിടുത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അങ്ങനെ വാഗ്ദാനമായ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവേ, വിശുദ്ധിയുടെയും ശുദ്ധിയുടെയും അറിവിന്റെയും അഭിഷേകത്തിന്റെയും ആത്മാവേ, ഞങ്ങളെ പുതുതാക്കുന്നതും നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പുതുക്കണമേ. യേശുക്രിസ്തുവിൽ ഞങ്ങളെ നവീകരിക്കുകയും പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. യേശുവിന്റെ രക്ഷാകര പദ്ധതികളുടെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി അഭിഷേകവും ശക്തിയും നിറഞ്ഞ വ്യക്തികളായി മാറുവാനായിട്ട്, എല്ലാ ജനതകളുടെയും ഇടയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി ഞങ്ങൾ മാറുവാൻ തക്ക വിധത്തില് അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോശ കണ്ട മുൾപ്പടർപ്പില് കത്തി അഗ്നി പോലെ കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഇപ്പോൾ കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ ബുദ്ധിയിലെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന പരിശുദ്ധാത്മാവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ
പതിയണമേ. അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ. നമുക്കൊന്ന് ചേർന്ന് പാടാം. അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികർക്കു വെളിപ്പെടുത്താൻ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികർക്കു വെളിപ്പെടുത്താൻ. തീയിൽ ചുള്ളി കത്തുമ്പോൾ എന്നിൽ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ എന്നിൽ കവിയണമേ. തീയിൽ ചുള്ളി കത്തുമ്പോൾ എന്നിൽ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ എന്നിൽ കവിയണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. നമുക്ക് ആഗ്രഹിക്കാം, അപ്പസ്തോലന്മാരുടെ മേൽ പകരപ്പെട്ട, ആദിമ സഭയുടെ മേൽ പകരപ്പെട്ട ഈ വലിയ അഭിഷേകം ഈ നിമിഷം ഞങ്ങളുടെ മേലും പകരപ്പെടണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറയുവാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഓരോ ദിവസത്തിലും ഓരോ പ്രഭാതത്തിലും നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ സായാഹ്നത്തിലും നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ ചൊല്ലിക്കപ്പെടുവാൻ വേണ്ടി. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇതാണ് കാണുന്നത്. ഓരോ അവസരങ്ങളിലും അവര് വീണ്ടും വീണ്ടും ആത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നു നിറഞ്ഞത് കാണുന്നു. വീണ്ടും 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അവരെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അപ്പസ്തോല പ്രവർത്തനം 30-31 തിരുവചനത്തില് വീണ്ടും നാം കാണുന്നു, ആ അപ്പസ്തോലന്മാരും ആദിമസഭയും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവര് അപ്രകാരം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് നിറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവരോടെന്നത് ആ ആദിമ സമൂഹത്തോടെന്നതുപോലെ ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ മേൽ, ഓരോരുത്തരുടെ മേല്, എന്റെ മേല്, എന്റെ കുടുംബത്തിന്റെ മേല്, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ, എന്റെ മക്കളുടെ മേല്, എന്റെ മാതാപിതാക്കളുടെ മേൽ, എന്റെ സഹോദരങ്ങളുടെ മേല്, എന്റെ ഇടവകയുടെ മേല്, എന്റെ സഭയുടെ മേല് നിന്റെ ആത്മാവിന്റെ അഗ്നിയെ അയക്കണമേ എന്ന് യേശുവിന്റെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകത്തക്ക വിധത്തില് ഒരു വലിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. 31-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുകയാണ്, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങള് അഭിഷേകത്താൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൃപയാൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുത്തൻ അഭിഷേകമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് എന്നെ കാണുന്നവർ ഓരോരുത്തരും യേശുവിനെ കാണുന്നവരായി തീരത്തക്ക വിധത്തില് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹം ഓരോരുത്തർക്കും പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, അത് വ്യവസ്ഥകളില്ലാത്ത അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട്, അത് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അനേകരെ യേശുവിലേക്ക് നേടുവാനായിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മക്കളായി ഞങ്ങൾ മാറുവാനായിട്ട് അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ അഹങ്കാരത്തെയും അസൂയയെയും മാത്സര്യബുദ്ധിയെയും വിദ്വേഷത്തെയും പകയെയും എല്ലാം എടുത്തു മാറ്റി സ്നേഹം കൊണ്ട് നിറച്ച്, ശാന്തത കൊണ്ട് നിറച്ച്, സമാധാനം കൊണ്ട് നിറച്ച്, പ്രത്യാശ കൊണ്ട് നിറച്ച് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ, ഞങ്ങളുടെ ഭവനത്തിലൊക്കെയും ഞങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ഒരു ഉപകരണങ്ങളായി മാറുവാനായിട്ട്, ആത്മാവിന്റെ സന്തോഷം നിറഞ്ഞവരായി മാറുവാനായിട്ട് പ്രിയ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നു ചേർന്ന് ഒരിക്കൽ കൂടി ഈ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ അഭിഷേകം നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന ദൈവിക ചൈതന്യം നമ്മളെ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആരാധന 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 ആരാധന. ഓ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. സ്തുതി, ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന. യേശുവേ ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ അന്ന് മോശമേളാൽ തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ അന്ന് മോശമേളാൽ തീ പകർന്നു കൊടുത്തവന് തീ മുൾപടർപ്പു കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെ ഇന്നു വിളിക്കണമേ. തീ മുൾപടർപ്പു കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെ ഇന്നു വിളിക്കണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. നമുക്കിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മോശയുടെ മേൽ ഇറങ്ങി പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ബലഹീനനും ദുർബലനും അശക്തനുമായ മോശയെ ശക്തിപ്പെടുത്തി അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടവകയിൽ, നാം ആയിരിക്കുന്ന കുടുംബത്തിൽ ജനത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് ഓടുന്ന മക്കളായി അവരെ മാറ്റുവാൻ തക്ക വിധത്തില് വലിയ അഭിഷേകം നമ്മുടെ മേൽ പകരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ പാടി ആ ആത്മാവിനെ സ്വീകരിക്കുവാനായി മോശമേടെ പകരപ്പെട്ടതുപോലെ തീയിൽ കത്തിയ മുൾപ്പടർപ്പ് പോലെ എന്റെ മേൽ കത്തിപ്പടരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ അന്ന് മോശമേലാൽ തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ അന്ന് മോശമേലാൽ തീ പകർന്നു കൊടുത്തവനെ. തീ മുൾപ്പടർപ്പു കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെ ഇന്നു വിളിക്കണമേ. തീ മുൾപ്പടർപ്പു കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെ ഇന്നു വിളിക്കണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. പെന്തക്കോസ്തയുടെ നാളില് അപ്പസ്തോല ഗണത്തെ നയിച്ച പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെയും ഒരു പുതിയ ഉണർവിലേക്ക്, ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. നമ്മുടെ കൊച്ചു പ്രാർത്ഥന ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണം. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിനി ഒരു ടെസ്റ്റ് മണിയാണ്, വത്സമ ചേച്ചിയാണ് നമ്മുടെ ജീവിതാനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത്. നല്ലൊരു കുടുംബിനിയും വീട്ടമ്മയും ഒക്കെയായ വത്സമ ആൻറ്റി നമ്മളോട് ഏറെ സ്നേഹത്തോടെ കർത്താവിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞതും ആത്മാവ് നടത്തിയതുമായ വഴികളെ കുറിച്ച് നമ്മളോട് പങ്കുവെക്കും. വത്സമ ആൻറ്റി. ഞാൻ വത്സമ കുഞ്ചറിയ, ചങ്ങനാശ്ശേരി ഡയോസിസ്. ഇപ്പോൾ എൻ്റെ മകളുടെ കൂടെ ന്യൂയോർക്കിൽ താമസിക്കുന്നു.
ഞാൻ പറയാൻ വരുന്നത്, ഞാൻ ഈ പ്രാവശ്യം വന്നത് മെയ് 30-ന്. അതിനു മുമ്പായിട്ട് ഫെബ്രുവരി 14-ാം തീയതി വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നു. 12-ാം തീയതി രാത്രിയിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അപ്പം ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്ലെയിനിൽ വെച്ച് ദുരന്തം ഉണ്ടാകാതെ വന്നു. രണ്ടാമത് ജൂലൈ ആദ്യം തന്നെ ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു ഞാൻ. അത് 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടുകയും ദൈവം അതിനുള്ള അനുഗ്രഹവും കാരുണ്യവും ദൈവപരിപാലനം എനിക്കുണ്ടാകുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും ദൈവപരിപാലനയിൽ ആയിരിക്കുവാനും ദൈവത്തിന്റെ വഴിയെ നന്മയിലൂടെ നടക്കുവാനും സാധിച്ചു. മൂന്നാമത് എൻ്റെ മകളുടെ മകൻ 20 വയസ്സുണ്ട്. അവൻ വെർജീനിയയിലാണ്, നേവിയില്. അവന് ന്യൂയോർക്കിലേക്ക് ഓവർ സ്പീഡിൽ കാർ ഓടിച്ചപ്പോൾ അവനെ ട്രാഫിക് പോലീസ് പിടിക്കുകയും അത് ആയിരിക്കുകയും ചെയ്തായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലും നമ്മുടെ ഞങ്ങൾ എല്ലാവരുടെയും നിയോഗം വെച്ചുള്ള പ്രാർത്ഥനയിൽ അത് കേസില്ലാതെ അത് ഒഴിവായി കിട്ടി. ദൈവത്തിന് കോടാനുകോടി നന്ദി. എത്രയും വേഗം എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടിയ അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും പ്രത്യേക നന്ദിയും കടപ്പാടും ദൈവത്തിന് കോടാനുകോടി നന്ദിയും അർപ്പിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി പറയാം. കരുതിയ ദൈവം, അതാണ് നമ്മൾ കരുതിയത്. ആ ഫ്ലൈറ്റിൽ വെച്ച് അങ്ങനെ ഉണ്ടാകാതെ അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം ദൈവം ഇടപെട്ടു. അതിനെ അങ്ങനെ കാണാനായിട്ട് കഴിയുന്നത് ആത്മാവിന്റെ ഒരു കൃപാവരമാണ്. ദൈവം നടത്തുന്ന വഴികൾ, എല്ലാ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. ആദിമസഭയെ നയിച്ചതുപോലെ തന്നെ, അപ്പസ്തലന്മാരെ എങ്ങോട്ട് പോകണമെന്ന് നിർദ്ദേശിച്ച് കൈപിടിച്ച് നയിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൊച്ചു ജീവിതങ്ങളിൽ ആത്മാവ് കൃത്യമായി നമ്മളെ വേണ്ട വിധം നയിക്കുന്നുണ്ടെന്നും അങ്ങനെ നയിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം എന്നും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു വത്സമാൻഡിലൂടെ പറഞ്ഞത്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ പരിപാലനയുടെ കരമാണ് നമ്മൾ കാണുകയും കരുതുകയും ചെയ്യേണ്ടതെന്നാണ്. നമുക്ക് വത്സമാൻഡി കുടുംബത്തെയും ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തുതിക്കാം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം ഓർക്കുന്നു, പ്രത്യേകിച്ച് വത്സമാൻഡിയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിൽ ഇടപെടുന്ന അങ്ങയുടെ സാന്നിധ്യത്തെയും കാരുണ്യത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഇന്ന് നമ്മളോട് വചനം പങ്കുവെക്കുന്നത് ജെനിയാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമാണ് ജെനി. 6 മക്കളുടെ പിതാവാണ്. കേരളത്തിൽ നിന്നാണ് ചെയ്യുന്നത്. രാവിലെ ഹോളി ഹോമിന്റെ സജീവമായ ടീം മെമ്പറാണ് ജെനി. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ഇവിടെ കേരളത്തില് പ്രഭാതമാണ്. വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്നുള്ളത്. ആ സ്നേഹം അനുഭവിച്ച് പങ്കുവച്ച് ദൈവരാജ്യ കുടുംബമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ഒരു അവസരം നൽകിയിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ കുടുംബം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നാം ആദ്യത്തെ ക്ലാസ്സുകളിൽ കേട്ടതാ. അത്രയേറെ വ്യക്തിപരമായിട്ട് അവസ്ഥയില്ലാത്ത ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ നമുക്ക് നൽകുന്നത്. അങ്ങനെ അനുഭവിക്കുന്ന സ്നേഹം സഹോദരങ്ങളുമായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ളവരുമായിട്ടും അങ്ങനെ സകലരുമായിട്ട് പങ്കുവെച്ച് ദൈവരാജ്യ കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വിളിയിലേക്ക് നമ്മളെ ദൈവം ചേർത്ത് വെച്ചു. എന്നാൽ അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത്രയേറെ സ്നേഹം അങ്ങനെ അനുഭവിക്കാനും പങ്കുവെച്ച് ജീവിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ പാവാവസ്ഥയാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് 2ാമത്തെ ക്ലാസ്സിൽ നമുക്കുണ്ടായി. 3ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ, എന്നാൽ ആ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ കുരിശുമരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ
രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നും നാം കേട്ടു. അത് നമ്മുടെ വിശ്വാസത്തിലൂടെയും നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിലൂടെയുമാണ് അത് നമുക്ക് സ്വന്തമാക്കാനാവുക. അതിന് നമ്മുടെ ഒരു പ്രത്യുത്തരം നമ്മൾ നൽകേണ്ടതുണ്ടെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം തിരിച്ചറിയുകയും ഈ ഒരു ആഴ്ചക്കാലം മുഴുവനും നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ദിവസം ഇവിടെ ക്ലാസ്സുകളിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വേറെ സഹോദരങ്ങളെ, നിങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി വരണമെന്നുള്ള ഒരു ചിന്ത പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ആഗമന കാലത്ത് യേശുവിന്റെ രണ്ടാമത്തെ യേശുവിന്റെ വരവിനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെല്ലാവരും തന്നെ കുമ്പസാരിച്ച് ഒരുങ്ങുന്നവരാണ്, ഒരുങ്ങി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നീ ദിവസം നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന അവിടുത്തെ ആത്മാവിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവം തന്നെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കും. കാരണം റോമ 5:5 നമ്മളോട് ഇങ്ങനെ വചനം പറയുന്നുണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നതിന് കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത് നിരന്തരം. എന്നാൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് വഴിയാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടതും ആ യേശുവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിരന്തരം നയിക്കുന്നത്. എന്നാൽ വചനം നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവമായ കർത്താവ് ജോയൽ പ്രവാചകനിലൂടെ പറയുകയാണ്, അന്ന് ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകനായ ജോയലിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും. അത് പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അത് അവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം പരിശുദ്ധമ്മയോട് ചേർന്നിരുന്ന് യേശു പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിച്ച സ്ലിഹന്മാരുടെ മേലിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതും അത് കണ്ട് അവർ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് അവിടെ പെസഹ തിരുനാൾ ആചരിക്കാൻ കൂടി അല്ലെങ്കിൽ ആഘോഷിക്കാൻ കൂടിയിരുന്ന ജനം ഇവർ മദ്യപിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ കുടിച്ചതുകൊണ്ടാണ്, ഇവർക്ക് വീര്യമേറിയതോ കഴിച്ചതുകൊണ്ടാണ് ഇവരിങ്ങനെ ആർത്തട്ടസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞപ്പോൾ പത്രോസ്ലിഹ അവരോട് പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പത്രോസ്ലിഹ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറഞ്ഞ ആ വചനം വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആത്മാവ് ഉണ്ടായിരുന്നു, പക്ഷെ ആത്മാവിനെ പ്രത്യേകമായ ദൗത്യങ്ങൾക്കായിട്ട് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുകയും ആ ദൗത്യ നിർവഹണത്തിന് ശേഷം ആത്മാവ് അവരെ വിട്ടുപോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനായ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നുള്ളൊരു വിലാപം അല്ലെങ്കിൽ വലിയൊരു പ്രാർത്ഥന നടത്തുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ദൈവം ഓരോരുത്തരും കൊടുത്തിരുന്നത്. കാരണം ആ ദൗത്യത്തിനായിട്ട് അവർക്ക് കൊടുക്കുന്ന ദൗത്യ നിർവഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ വിട്ടുപോകുന്നത് നാം പല ഭാഗങ്ങളിലും വായിക്കുന്നത് ആത്മാവിനെ വിട്ടുപോയതായിട്ട് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ സാവൂൾ രാജാവിനെയൊക്കെ വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ കുരിശുമരണ ഉദ്ധാന മഹോദ്ധീകരണത്തിൽ വിശ്വസിക്കുന്നവരിലേക്ക്, അത് നാം 2-ാമത്തെ അധ്യായം വീണ്ടും അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ നാം ഇവിടെ കാണുന്നു, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിന് എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ജോയൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നാണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. യേശുവിനെ ലോകത്തിന്റെ രക്ഷകനായിട്ട് കടന്നു വന്നുകൊണ്ട് തന്റെ കുരിശുമരണ ഉദ്ധാന മഹോദ്ധീകരണത്തിലൂടെ ലോകത്തിന്റെ രക്ഷ സാധ്യമാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വചനം നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശു നമ്മളെ ഓരോരുത്തരേക്കും
നമുക്ക് സ്വയമേവ കഴിയാൻ സാധിക്കാതെ, സ്വയം രക്ഷിക്കാനോ രക്ഷപ്പെടാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ സാധിക്കാത്ത വിധത്തിൽ നാം ഓരോരുത്തരും സാത്താന്റെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് സാത്താന്റെ അടിമത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വന്ന സഹായകനായ ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു സഹായകന് പിതാവിനോട് അപേക്ഷിച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ നൽകുകയും ചെയ്യുമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ കൊണ്ടു നടന്ന് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പലതും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഈശോ അവരോട് പറയുകയാണ്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴും നമുക്കറിയാം പലതും നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. തിരുകുടുംബമാണ് നമ്മുടെ മാതൃക. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന തിരുക്കുടുംബം ഏറ്റവും മനോഹരമായിട്ട് നയിച്ചത് നാം കാണുന്നുണ്ട്. ലോകത്തിന്റെ രക്ഷ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ആ തിരുക്കുടുംബം നടന്നു പോയത് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾ ഇങ്ങനെ തിരുക്കുടുംബം പോലെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതും അനേകർക്ക് മാതൃകയായി തീരേണ്ടതും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യം ഈ നമ്മുടെ കുടുംബത്തിലൂടെ ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതുമാണ്. എന്നാൽ അത് എങ്ങനെയാണെന്നുള്ള പല കാര്യങ്ങളും നമുക്ക് പിടികിട്ടാതെ പോകുന്നുണ്ട്. അതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്, നമുക്ക് അതിന് വേണ്ട പ്രചോദനം നൽകുന്നത്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല അതിലൂടെ നമ്മൾ നയിക്കും, അതിനുവേണ്ട എല്ലാ സജ്ജീകരണം നമുക്കായിട്ട് ഒരുക്കുന്നതും ഈ പരിശുദ്ധാത്മാവാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ കാണുന്നുണ്ട്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മേൽ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഭൂമിയെ രൂപപ്പെടുത്തുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ദൈവമായ കർത്താവ് നമ്മൾ ഓർപ്പിക്കുന്നു. അത് ബൈബിളിലെ അവസാന പുസ്തകം വെളിപാടിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സൗജന്യമായിട്ട് യേശുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുന്നത് വഴി ദൈവമായ കർത്താവ് സൗജന്യമായി നൽകുന്ന ആത്മാവിന്റെ നിത്യസഹായന ആത്മാവിനെ സ്വീകരിക്കുക എന്ന് വെളിപാട് പുസ്തകവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, ഞാനും ജോൺസൺ, നമ്മുടെ കൂടെയുള്ള ജോൺസണും കൂടി തൃശ്ശൂരുള്ള ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പോയിരുന്ന ഒരു 1.5 വർഷക്കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെല്ലുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ, ചാലക്കുടിയിലുള്ള ഒരു സഹോദരൻ കടന്നു വന്നു. അത്യാവശ്യം അന്നൊരു 10-50 വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരനാണ്. 2-3 മക്കളുണ്ട്. വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സാമ്പത്തിക രീതിയിലൊക്കെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഗവൺമെന്റിൽ നിന്ന് പ്രൊജക്ടുകളൊക്കെ എടുത്ത് വലിയ വലിയ പ്രൊജക്ടുകൾ എടുത്ത് നടത്തിയിരുന്ന വ്യക്തിയാണ്. ബാംഗ്ലൂർ ഓഫീസും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു വരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന പല പ്രശ്നങ്ങൾ മൂലം വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും അങ്ങനെ വലിയ നികത്താനാകാത്ത കടത്തിലേക്കൊക്കെ ആ വ്യക്തി കടന്നുപോയി. അങ്ങനെ വളരെ നിരാശനായി വളരെ വിഷമത്തിലൂടെ കടന്ന് പോകുമ്പോഴാണ് ആ വ്യക്തി ധ്യാനകേന്ദ്രത്തിലേക്ക് വചനം കേൾക്കാൻ കടന്നു വന്നത്. ആ വചനം കേട്ടുന്നതിനാണ് അവിടെ വചന പ്രഘോഷകര് നമ്മുടെ ഡേവിസ് അച്ഛനും റിജോയ് അച്ഛനും ഒക്കെ വളരെ ശക്തമായിട്ട് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ വചനത്തിന്റെ ഇടയ്ക്ക് വചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തി ഇതിനിടയിൽ കൗൺസിലിംഗ് ശുശ്രൂഷയായി കടന്നു വന്നു. അങ്ങനെ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത്. അനേകരുടെ മുമ്പിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയോട് പറയാ, നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിക്കുക, എന്നിട്ട് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറയുക, അത് ഹൃദയത്തിൽ ഉറപ്പിച്ച ഒരു ബോധ്യമായിട്ട് സ്വീകരിക്കാൻ പറയുക എന്നുള്ള ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ചേട്ടൻ എത്രയും നന്നായിട്ടൊന്ന് ഒരുങ്ങി കുമ്പസാരിക്കണം. അടുത്ത വൈകുന്നേരത്തെ ക്ലാസ് കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് ആ ക്ലാസ്സിൽ ചേട്ടൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് എങ്ങനെയാണ് കുമ്പസാരിക്കുന്നത് മനസ്സിലാക്കി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി തന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സഹോദരങ്ങളെ, ആ ചേട്ടനോട് ഞാൻ ഇത് പറഞ്ഞു. ആ ചേട്ടൻ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ആ ചേട്ടൻ എണീറ്റ് പോയി. പിറ്റേ ദിവസം നേരം വെളുത്തു. ഞാൻ ഇതുപോലെ തന്നെ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നിരിക്കുന്നു. തൊട്ടങ്ങാവിടെ തന്നെ ജോൺസൺ ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഒരു 10-11 മണിയായ സമയത്ത് കുമ്പസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുവരെ കുമ്പസാര ഹാളിൽ ഇരുന്നാണ് കൗൺസിലിംഗ് ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ മാറി കൊടുത്തു, വേറെ സ്ഥലങ്ങളിലേക്ക് മാറി. കുമ്പസാരം നടക്കുന്നു.
കുറച്ച് കഴിഞ്ഞ ഒരു 11 മണിയായ സമയത്ത് ഈ സഹോദരൻ എന്നെ ലക്ഷ്യമാക്കി നടന്നു വരുന്ന എനിക്ക് കാണാം. അപ്പോൾ എന്റെ മുന്നിൽ ഒരു വ്യക്തി ഇരിക്കുന്ന ആ വ്യക്തി, അപ്പൊ ഈ ചേട്ടൻ അകലിൽ നിന്നിട്ട് എന്നോട് 1 മിനിറ്റ് എന്ന് കാണിച്ചു. അപ്പൊ ഞാൻ എന്റെ അടുത്തിരുന്ന സഹോദരനോട് പറഞ്ഞു, സഹോദരൻ 1 മിനിറ്റ്, ആ ചേട്ടൻ എന്തോ പറയാനുണ്ട്, കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞ് പോയ വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഈ ചേട്ടൻ എന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരൻ ഞാൻ ഇന്ന് പോവുകയാണ് വീട്ടിലേക്ക്, കാരണം ധ്യാനം 2 ദിവസം കൂടി ബാക്കിയുണ്ട്, ഞാൻ പോവുകയാണ്, കാരണം എന്റെ വീട്ടിലേക്ക് ചെല്ലാനും എത്രയും പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ആ വ്യക്തി പറയുന്ന സമയത്ത് അതിന് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഗവൺമെന്റ് വലിയൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രൊജക്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സാങ്ഷൻ ആകാതെ വലിയ പ്രശ്നമൊക്കെയായിട്ട് നിന്നിരിക്കുകയായിരുന്നു. എന്നാൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് വഴി ആ തന്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ചപ്പോൾ വലിയൊരു നിറവ്, ദൈവത്തിന്റെ സ്നേഹത്തിന് അനുഭവം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നു കാണാൻ സാധിച്ചു. ഗവൺമെന്റിൽ നിന്ന് വിളി വന്നു, ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വിളി വന്നു, എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യുക, ആ പ്രൊജക്ട് ഈ വ്യക്തിക്ക് പാസ്സായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിളി ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ ആ വ്യക്തി പോവുകയും ചെയ്തു. ആ ചേട്ടൻ വളരെ സന്തോഷത്തോടെ കടന്നു പോകാൻ സാധിച്ചു. ആ മനുഷ്യൻ അവിടെ കടന്നു വരില്ല, ആ വ്യക്തി അവിടെ കടന്നു വരുമ്പോൾ ഈ നമ്മൾ ആദ്യത്തെ വചനം കേട്ട ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിൽ കടന്നു വന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വിളി കേട്ട് ആത്മാവിനെ വലിയ ദാഹത്തോടെ സ്വീകരിച്ചത് വഴി തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും വലിയ സന്തോഷം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഈശോ പറയുകയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഈശോ തന്റെ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുന്നു. പിതാവിന്റെ വാഗ്ദാനത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ സ്നേഹന്മാരെ ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. കാരണം വാഗ്ദാനമായി പരിശുദ്ധാത്മ കാത്തിരിക്കുക മാത്രമല്ല, ആത്മാവിനെ അവർ പൂരിതരായി, ആത്മാവിൽ അവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവിടെ കൂടിയിരുന്നവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തക്കവിധത്തിൽ, അല്ലെങ്കിൽ ചില അരമായ ഭാഷ മാത്രം അറിയാമായിരുന്ന ശിഷ്യന്മാർക്ക് വലിയ നിറവ് അനുഭവിക്കാൻ, അനേകരോട് അങ്ങനെ അവരോട് സംസാരിക്കാൻ സാധിക്കുകയും 3000 പേരെ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നേടാനായിട്ടും അവരൊറ്റ ദിവസം സാധിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവിടെ നിന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെയൊക്കെ നേടാൻ വേണ്ടിയിട്ട് ആത്മാവിനെ നമുക്ക് അച്ചാരമായിട്ട് അഡ്വാൻസ് ആയിട്ട് നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ആത്മാവിലൂടെ ആ ആത്മാവിന്റെ നിറവിൽ അനുഭവിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആത്മാവ് നൽകിയിരിക്കുന്നു എന്ന് പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ പൗലോസ് ഓർപ്പിക്കുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയെല്ലാം മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് മുഖേനയാണ് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാകുന്നത്. കാരണം ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പുത്രന്മാരും ആക്കണമെന്നും, അങ്ങനെ ആത്മാവ് യേശുവിനെ രക്ഷകനാഥൻ ആത്മാവ് സ്വീകരിക്കുന്ന വഴി നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ മകനും മകളും ആക്കി മാറ്റുന്നെന്ന് പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നു. തിമോത്തിയോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളോട് വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്, എന്നാൽ വീരത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിർണയത്തിന്റെ ആത്മാവിനെയാണ്. ഭയപ്പെട്ടിരിക്കാനോ ഭീതി കൊണ്ടിരിക്കാനോ ഒന്നും ഉള്ള ആത്മാവിനെ അല്ല. നമുക്ക് കാണുന്നുണ്ട് പത്രോസിന്റെയും പൗലോസിന്റെയും അല്ലെങ്കിൽ മറ്റു സ്ലീഹന്മാരൊക്കെ യഹൂദന്മാരെ ഭയന്ന് പേടിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മാവ് അവരുടെ ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യപൂർവ്വം എണീറ്റ് നിന്ന് കാണുന്ന ഒരു ശക്തമായ ഒരു പ്രഘോഷണമുണ്ട്. പത്രോസിന്റെ ആദ്യത്തെ പ്രഘോഷണം, അവൻ മറ്റു 11 പേരോടൊപ്പം എണീറ്റ് നിന്ന് ഉറക്കെ പ്രഘോഷിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ ശക്തിയുടെയും സ്നേഹത്തിന്റെ ആത്മനിയന്ത്രണത്തിന് ആത്മാവിനെ നൽകി എന്ന് പറയുമ്പോൾ അതുവരെ അവർ അവരുടെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയായിരുന്നെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ, ലോക ജനതയെ മുഴുവൻ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ ഹൃദയം വിശാലമായി, സ്നേഹം അവരിൽ നിറഞ്ഞു, ആത്മനിയന്ത്രണം അവരുടെ ഉള്ളിൽ കടന്നു വന്നു. അങ്ങനെ എല്ലാവരിലേക്കും യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിൽ സ്നേഹം നിറയുന്നത് നാം കാണുന്നുണ്ട്. റോമാക്കാർക്ക് അതിന്റെ 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വീണ്ടും പൗലോസ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്.
ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളതല്ല. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞതനുസരിച്ച്, ആത്മാവിന്റെ വലിയ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നതനുസരിച്ച് നമ്മൾ ഓരോരുത്തർ ആത്മീയരായിട്ട് മാറും. ജഡികമായി നമ്മുടെ ജീവിത ക്രമത്തിൽ നിന്ന് നമുക്ക് മാറാനാകാൻ സാധിക്കും എന്ന് നമ്മളെ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ CCC 152 ഖണ്ഡിക ഇങ്ങനെ പറയുന്നു: പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവന് സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദനാകെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളെ പോലും പരിശോധിക്കുന്നു. ദൈവാത്മാവിനല്ലാതെ മറ്റാരും ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കാരണം അവിടുന്ന് ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ഏക ദൈവത്തിലുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപനത്തിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. അപ്പൊ സഭയെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനും, ആ പരിശുദ്ധാത്മാവാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും, ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് പറയുന്നു. തെസ്സലോനിക്കക്കാർക്ക് 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ വീണ്ടും നമ്മൾ ഓർമ്മിക്കുന്നു: രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവുമായിട്ട് ഒരു മല്ലടിച്ച ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കുടുംബം ഒരുമിച്ച് വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഒരു 3 മാസം മുമ്പ് ടിക്കറ്റ് എടുത്ത് വെച്ചു. എന്നാൽ ആ ദിവസങ്ങളിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓർപ്പിച്ചു ടിക്കറ്റ് ഒന്ന് പരിശോധിക്കാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു, കൺഫേം ടിക്കറ്റ് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് 2 മണിക്കൂർ സമയമുണ്ട് ട്രെയിൻ വരാൻ. അപ്പോഴും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു ടിക്കറ്റ് വീണ്ടും പരിശോധിക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും എതിർത്ത് തന്നെ പറഞ്ഞു, കൺഫേം ടിക്കറ്റ് പരിശോധിക്കുന്ന കാര്യമില്ല, നോക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങൾ യാത്ര ചെയ്ത് പിറ്റേ ദിവസം സ്ക്വാഡ് വന്ന് ഞങ്ങളെ പിടിച്ചു. ആ ടിക്കറ്റ് ഞങ്ങൾ കാണിച്ചു, കൺഫേം ടിക്കറ്റ് ആയിരുന്നു, പൈസ ഞങ്ങൾ അടച്ചതായിരുന്നു. എന്നാൽ ഞങ്ങളോട് ആ സ്ക്വാഡിലുള്ള വ്യക്തി ചോദിച്ചു, ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഐഡന്റിറ്റി കാർഡ് എവിടെയാണ്? ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഇല്ല എന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഈ ടിക്കറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐഡന്റിറ്റി കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് 2000 ചില്ലാനം രൂപ എന്നെ കൊണ്ട് അടുപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ പേഴ്സണൽ പറയാനായിട്ട് ബർത്തിൽ കയറിക്കും പരിശുദ്ധാത്മാവ് ഓർമ്മിച്ച ഒരു കാര്യമുണ്ട്: 2 പ്രാവശ്യം മോനെ ഞാൻ നിന്നെ ഓർമ്മിച്ചല്ലേ ടിക്കറ്റ് പരിശോധിക്കാൻ എന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വരം കേൾക്കാൻ വിമുഖത കാണിച്ചപ്പോൾ, അത് അനുസരിക്കാനുള്ള വിമുഖത കാണിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മ നിത്യസഹായനായ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാനോ നിർവീര്യമാക്കാൻ ശ്രമിക്കുകയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം നമ്മൾ കണ്ട വചനമാണ് റോമ 5:5 പറയുന്നു: പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നത് കാരണം നമുക്ക് നൽകപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ചൊരിയപ്പെടുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിലൂടെയാണ്, അല്ലെങ്കിൽ മോമോയിസ സ്വീകരിച്ചപ്പോൾ നമുക്ക് നൽകുന്ന ആത്മാവിന്റെ വലിയ ജ്വലനത്തിലൂടെയാണ് നിരന്തരം പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമാകുവാൻ വേണ്ടിയിട്ട്, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചെയ്യേണ്ടതുണ്ട്. പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ പശ്ചാത്താപിക്കുവാൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. വലിയ പശ്ചാത്താപം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നമ്മളോട് അനുതപിക്കുന്ന ഒരു ഹൃദയം, മനസ്സ് നമുക്ക് ആവശ്യമാണെന്ന് പത്രോസ് ശ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തുള്ള ഒരു കാര്യം, നമ്മൾ നിരന്തരം ചോദിക്കണം. ലൂക്ക 11:13 ഈശോ നമ്മളോട് പറയുന്നു: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ നിരന്തരം ചോദിക്കണം. ഓരോ ദിവസവും ആത്മാവിന്റെ വലിയ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അനുതാപത്തോടെ നമ്മൾ ചോദിക്കണം: ദൈവമേ, എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ വലിയ നിറവ് തരണമേ എന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ധ്യാനം കൂടി ഒരു നവീകരണത്തിലേക്ക് വന്ന ആ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: കർത്താവേ, ഞാൻ കാലാപരക്കുന്നതാണ്, അവസാന ലാപ്പിൽ ഓടിയെത്തിയവനാണ്, ആത്മാവിന്റെ വലിയ നിറവ് തന്നെ, ശക്തി തരണം, ഓടാൻ വേണ്ടിയുള്ള വലിയ പ്രചോദനം തരണമെന്ന്. ഞാൻ ഓർക്കുന്നു, ഇന്നും ആത്മാവ് നിരന്തരം നയിക്കുന്ന വഴികൾ ഓർക്കുന്നു. നിരന്തരം ചോദിക്കുന്നത്, ഇന്നും ചോദിക്കാൻ മടിക്കാതെ ചോദിക്കുന്നത് വഴി ആത്മാവിന് വലിയ നിറവ് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുക. ആത്മാവിനെ, നമുക്ക് സഹായകനായിട്ട് നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ നിരന്തരം വിളിച്ചപേക്ഷിക്കണമെന്ന് പൗലോസ് ശ്ലീഹ നമ്മൾ ഓർമ്മിക്കും. റോമ 10:12 ഇങ്ങനെ പറയുന്നു: യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. നമ്മൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന വഴി, ദൈവമായ കർത്താവ് വിളിച്ചപേക്ഷിക്കുന്ന വഴി അവിടുന്ന് തന്റെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ
സമാധാനവും ശാന്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, വരദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന ആ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നു എന്ന് പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, കൈവഴുപ്പ് വഴിയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് അനുഭവിക്കാൻ സാധിക്കുന്നത്. തിമോത്തിയോസിനെ എഴുതിയ 1-ാം ലേഖനത്തിന് 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് നമ്മളോട് പറയുന്നു, പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരെ കൈവഴുപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുതെന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മൾ കുർബാന കഴിയുമ്പോൾ നമ്മുടെ വൈദികന്റെ അടുത്ത് പോയി ഓടിപ്പോയി നമ്മൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കാറൊക്കെ ഉണ്ട്. ഞാനും ഭാര്യയും ഇന്നലെ ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഇന്നലെ പോയി കുമ്പസാരിച്ചു, ഒരുമിച്ച് പോയി ഞങ്ങളുടെ അടുത്തുള്ള OCD ആശ്രമത്തിൽ പോയി കുമ്പസാരിച്ചു. അപ്പൊ ആദ്യം ഞാൻ കുമ്പസാരിച്ചു, രണ്ടാമത് എന്റെ ഭാര്യ കുമ്പസാരി കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് പെട്ടെന്ന് ഞാൻ കേട്ടു, അച്ഛാ എന്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനും ഓടിപ്പോയി ചെന്ന് അവിടെ മുട്ടുകുത്തി നിന്നപ്പോ ആ പ്രിയപ്പെട്ട വൈദികൻ, ഇത്തിരി പ്രായമുണ്ട്, വൈദ്യുകുത്തിയെ പിടിച്ചൊക്കെ വന്നെങ്കിലും ആ ശ്രേഷ്ഠനായ ആ വൈദികൻ ഞങ്ങളുടെ രണ്ടാളുടെയും കയ്യിൽ, ഞങ്ങൾക്ക് 6 മക്കളുണ്ടെന്നോ കേട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ തലയിൽ കൈവച്ച് കുറെ നേരം പ്രാർത്ഥിക്കുന്നത് കണ്ടു. ആ സമയത്തുണ്ടായ ആത്മാവിന്റെ വലിയൊരു അനുഭവം, സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഞങ്ങൾ അത് പിന്നീട് വണ്ടിയിൽ യാത്ര സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്തു. 2 തിമോഥെയോസ് 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മൾ വീണ്ടും ഓർപ്പിക്കുന്നു, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിക്കുന്നു. നിരന്തര അനുതാപത്തിലൂടെ, ചോദിക്കുന്നതിലൂടെ, വിളിച്ചപേക്ഷിക്കുന്നതിലൂടെ ഈ ആത്മാവിന്റെ ആ ഒരു ദൈവീക വരം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ ഇങ്ങനെ പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നു, പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ കൈവയ്പ് വഴിയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ഉജ്ജ്വലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് പൗലോസ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ ഒരു കാര്യമാണ്, ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. വലിയ ആഗ്രഹവും ദാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് യോഹന്നാൻ നമ്മൾ ഓർപ്പിക്കുന്നു. 7:37 ഇങ്ങനെ പറയുന്നു, തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞ് തന്നിൽ വിശ്വസിക്കുന്ന സ്വീകരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അപ്പോ യോഹന്നാൻ ശ്ലീഹയിലൂടെ, അല്ലെങ്കിൽ അന്ന് ഈശോ പറഞ്ഞ യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവനെ, നമ്മൾ കണ്ടതാണ്, യേശുവിൽ വിശ്വസിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന വഴിയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മൾ കണ്ടു. ഈശോ അത് നമ്മൾ മുന്നേ ഈശോ നമ്മളോട് പറഞ്ഞിരുന്നു, തന്നെ വിശ്വസിക്കുന്നവർക്ക് സ്വീകരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അവൻ ഇത് പറഞ്ഞതെന്ന് ഈശോ നമ്മൾ വചനം വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. വെളിപാടിന്റെ പുസ്തകം 22:17 എത്തുമ്പോൾ വീണ്ടും യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്നു, ആത്മാവും മനവാട്ടിയും പറയുന്നു വരിക, കേൾക്കുന്നവൻ പറയട്ടെ വരിക, ദാഹിക്കുന്നവൻ പറയട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന് ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇവരുടെ സഹോദരങ്ങളെ, ആത്മാവിനെ സ്വീകരിക്കുന്നത് വഴിയാണ്, ആത്മാവിലൂടെയാണ് നാം ദൈവത്തിന്റെ സ്നേഹവും അനുഭവിക്കാനും പങ്കുവച്ച് ജീവിക്കാനും സാധിക്കുന്നത്. അതിനാകണമെങ്കിൽ യേശുവിനെ നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുന്നതിലൂടെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ആത്മാവിന്റെ വലിയ നമ്മളെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടവരും ആത്മാവിനാൽ ജീവിക്കുന്നവരും നയിക്കപ്പെടുന്നവരുമാണ്. എന്നാൽ ആത്മാവിന്റെ വലിയ പ്രചോദനം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വലിയ ഉണർവും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, ഈ ആത്മാവിന്റെ നിരന്തരം നടത്തപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഓരോ നിമിഷവും വലിയ അനുതാപത്തോടെ നമ്മൾ ആയിരിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. ആത്മാവിന് വേണ്ടിയിട്ട് വലിയ ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവിന്റെ വഴിയിൽ നടക്കാനുള്ള വലിയ ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 22:17 വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നു, ദാഹിക്കുന്നവന് ജീവജലത്തിന് ഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. സൗജന്യമായ യേശുവിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് വഴി സൗജന്യമായി നൽകുന്ന ആത്മാവിനെ സൗജന്യമായിട്ട് നിരന്തരം നൽകുമെന്ന് ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്. ജീവജലത്തിന് ഉറവിൽ നിന്ന് സൗജന്യമായി, ജീവജലത്തിന്റെ ഉറവിൽ ക്രിസ്തുവിൽ നിന്ന് ആ ആത്മാവിനെ നമുക്ക് നിരന്തരം നൽകുമെന്ന്, അല്ലെങ്കിൽ ആത്മാവിന് വലിയ നിറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതിനായിട്ട് ഈ ഒരു ആഴ്ചക്കാലം നിങ്ങൾക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ആത്മാവ് വലിയ നിറവ് നടത്തിയത് വഴി യേശുവിനെ രക്ഷകനാഥമായിട്ട് ഈ ലോകത്തിന് ലഭിച്ചതുപോലെ ഈ ഒരു ആഗമനകാലത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചൊരുങ്ങാം. വലിയ അനുതാപത്തോടെ, വലിയ പ്രാർത്ഥനയോടെ, ആത്മാവിന്റെ വലിയ നിറവിനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്വലനത്തിനായിട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ഒരു ക്രിസ്തുമസ് കാലത്ത് 25-ാം തീയതി ക്രിസ്തു ലോകത്തിൽ പിറന്നതിന്റെ വലിയ ആഘോഷം നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കുവാൻ വേണ്ടിയിട്ട് ആത്മാവിന്റെ വലിയ നിറവ് അനുഭവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാം എനിക്ക് കിടും ദയാ, അർഹിക്കാം എനിക്ക് കിടും ദയാ, യാചിക്കാത്ത നന്മകൾ പോ എനിക്ക് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോ എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടി. എന്നെ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഇവിടെ സുന്ദരമായ സ്ഥലമാണ്, നിങ്ങൾ എല്ലാവരെയും കാണിക്കണമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, എങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവും കുടുംബവും എന്ന വിഷയത്തെയാണ് നമ്മളിപ്പോഴ് ഈ സമയത്ത് ധ്യാനിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവും കുടുംബവും. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ ജീവനുള്ളവനാക്കി മാറ്റി, ആ ജീവനുള്ളവനെ കുടുംബമാക്കി മാറ്റി. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വെറും മണ്ണുകൊണ്ട് കളിമണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ ദൈവം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതുകയും അങ്ങനെ തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ അവനിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അത് വെറും ജീവൻ ആണ് എന്ന് പൊതുവെ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിന്റെ ചൈതന്യം മനുഷ്യനിലേക്ക് നിവേശിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് സൃഷ്ടിയുടെ സമയത്താണ്. അങ്ങനെ മനുഷ്യനെ ഒരു ദൈവ ചൈതന്യമുള്ളവനാക്കി, ഉണർവുള്ളവനാക്കി മാറ്റിയ ദൈവമാണ് മനുഷ്യനെ കുടുംബമാക്കി മാറ്റുന്നത്. സത്യത്തിൽ അവന്റെ രണ്ടാമത്തെ ബോഡിയാണത്. കുടുംബം അവന്റെ രണ്ടാമത്തെ ബോഡിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് ഒരു മൺകൂടാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മൺ വിഗ്രഹത്തിലേക്ക്, മണ്ണുകൊണ്ട് മെനഞ്ഞ ഒരു സംഗതിയിലേക്ക്, മനുഷ്യന്റെ ഷേപ്പുള്ള ഒന്നിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു ചെല്ലുകയും അവനെ ഉണർവുള്ളവനാക്കുകയും ചെയ്തതിനു ശേഷം ദൈവത്തിന്റെ ആത്മാവ് അവനെ കുടുംബത്തിൽ ഉണർവുള്ളവനാക്കുകയാണ്. ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിന്റെ മാംസം, എൻ്റെ രക്തത്തിന്റെ രക്തം എന്നൊക്കെ പറയാവുന്ന ലെവലിലേക്ക്. കാരണം എന്താ? അവന്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചത് തൻ്റെ ആത്മാവിനെയാണ്. കാരണം ആ ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ രൂപീകരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിലൂടെയുള്ള സ്നേഹമാണ് അത് നിറവേറ്റുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുടുംബം, ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ കുടുംബമില്ല. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ കുടുംബം ഇല്ല. ഇനി അവരുടെ ദൈവസ്നേഹത്തിന്റെ ഫലമായിട്ടുള്ളതാണ് അവരുടെ മാനുഷികമായ സ്നേഹവും. അവരുടെ ശാരീരികമായ ബന്ധപ്പെടൽ പോലും ദൈവത്തിന്റെ ആത്മാവ് അവരിൽ നിവേശിപ്പിച്ച ആ സ്നേഹത്തിന്റെ ഫലമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് ദൈവ മക്കൾ ജനിക്കുന്നത്. അവർക്ക് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു കുടുംബം, ഒരു ഭർത്താവും ഭാര്യയും പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവാണ് ചെയ്യുന്നത്. വലിയ സ്നേഹത്തിന്റെ ഒന്നിക്കലിന്റെ ആ ഫലമായിട്ട് മക്കള്. ഇനി ഈ കുടുംബം സ്നേഹത്തിൽ വളരണം. അതാണല്ലോ കുടുംബത്തിന്റെ വിജയവും. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ എങ്ങനെ ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും? ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയും? റോമ 5:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. വളരെ വ്യക്തമാണ്. സ്നേഹം എൻ്റെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഒരു ഉറവയായി
എന്നിൽ നിന്നൊരു സ്നേഹം ഇല്ലേ ഇല്ല. സ്നേഹത്തിന്റെ ഉറവ ദൈവമാണ്. ദൈവമാകുന്ന സ്നേഹം, ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് എന്നിലേക്കും നിന്നിലേക്കും കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവിന് ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, ഒരു അപ്പന് മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ, അമ്മയ്ക്ക് മക്കളെ, കുടുംബത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ആ കുടുംബത്തിനു വേണ്ടി, ആ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നടത്തുന്ന ഓരോ സാക്രിഫൈസും, നിങ്ങളുടെ കുടുംബത്തെ മനസ്സിൽ ശിരസിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ശൈലി, ജീവിത രീതി, കുടുംബത്തിന്റെ ഐക്യത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ, അധ്വാനങ്ങൾ എല്ലാം 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 ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണർത്തുന്ന സ്നേഹത്തിന്റെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് കുടുംബത്തെ ബലപ്പെടുത്തുന്ന ആത്മാവ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മള് തിരുക്കുടുംബം സത്യത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്. അവിടെ തിരുക്കുടുംബം ഉണ്ടായത് തന്നെ എങ്ങനെയാ? ഈശോയുടെ ജനനം അവിടെ സംഭവിക്കുന്നത് തന്നെ എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ. നോക്കൂ, തിരുക്കുടുംബം കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇനി ഒന്നാലോചിച്ച് നോക്കൂ, സക്കറിയായുടെയും അതുപോലെ തന്നെ എലിസബത്തിന്റെയും കുടുംബം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ലേ? ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നാണ്. എന്താ സന്തോഷത്താൽ കുതിച്ചു ചാടി? ലൂക്ക 1:15 സക്കറിയായോട് ദൈവത്തിന്റെ മാലാഖ പറഞ്ഞിരുന്ന ആ ഒരു വാഗ്ദാനമാണത്. എന്ത്? അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. കണ്ടോ? അപ്പോൾ ആ കുടുംബത്തിൽ ജനിച്ചു വരുന്ന, അമ്മയുടെ ഉദരത്തിൽ മാസമായി വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുവിനെ പോലും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കാൻ, ആ ആത്മസന്തോഷത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുതിച്ചു ചാടാൻ ഇടയാക്കുന്ന പരിശുദ്ധാത്മാവ്. നോക്കൂ, പരിശുദ്ധാത്മാവും കുടുംബവും തമ്മിലുള്ള ബന്ധം എത്രയോ ശക്തമാണ്. ഇനി ആ അമ്മയോ, അവൾ ആത്മാവിനാൽ പൂരിതയായി ഉദ്ഘോഷിച്ചു. എത്ര സുന്ദരമാണ് ആ സക്കറിയായുടെ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആത്മഹർഷം, ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം, ആ കുടുംബം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനം. വളരെ പ്രത്യേകിച്ച് ആത്മാവ് ആവസിച്ചവളായ, ആത്മാവ് പൊതിഞ്ഞു നിന്നവളായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ആ കുടുംബത്തിന് ദൈവം നൽകുന്ന ആത്മീയ വർഷം, ആത്മീയ ശക്തി എത്ര ബലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവും കുടുംബവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യമായ ഒരു വിജാതീയ കുടുംബം ഏതാ? യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ആദ്യമായി സ്വീകരിച്ച വിജാതീയ കുടുംബം ഏതാ? നമുക്കറിയാം, കൊർണേലിയൂസിന്റെ കുടുംബമാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കൊർണേലിയൂസിന്റെ കുടുംബത്തിൽ പത്രോസിനെ ദൂരെ നിന്ന്, ജോപ്പായിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക. ഒരു ദിവസത്തെ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. കാരണം തലേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അവരുമായിട്ട് പിറ്റേ ദിവസം എത്തുന്നേ. അത്രക്ക് ഡിസ്റ്റന്റ് ആയിട്ടുള്ള പത്രോസിനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ മൂലം അദ്ദേഹത്തിനൊരു ദർശനം ഉണ്ടാകുന്നു. ഇതൊക്കെ അവിടെ ഓൾറെഡി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കളിക്കാത്ത കളിയില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി. പരിശുദ്ധാത്മാവ് ഒരുക്കാത്ത വഴികളില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി. പരിശുദ്ധാത്മാവ് സമ്മാനിക്കാത്ത അവസരങ്ങളില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി. പരിശുദ്ധാത്മാവ് നിരന്തരം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തന നിരതനായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കൊർണേലിയൂസിന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ഒരുക്കിയ പരിശുദ്ധാത്മാവ്. അവസാനം എന്താ സംഭവിച്ചത്? പത്രോസ് കൊർണേലിയൂസിന്റെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നിട്ട് അവിടെ പ്രഘോഷിക്കുന്നു, ഈശോയെ പ്രഘോഷിക്കുന്നു. ആ ഈശോയെ പ്രഘോഷിക്കുന്ന നേരത്തെ എന്താ സംഭവിക്കുന്നത്?
അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. എന്തൊരു സംഭവ! ആദ്യമായിട്ട് ഈശോയെ കുറിച്ച് കേൾക്കുന്ന ഒരു കുടുംബം അപ്പോൾ തന്നെ അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ദൈവമേ, ദൈവത്തിന്റെ ആത്മാവേ, അങ്ങ് എത്ര വലിയ പ്രവർത്തനമാണ് കുടുംബങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിജാതീയന്റെ കുടുംബത്തിൽ പോലും അങ്ങ് ആദ്യമായി ഈശോയെ കേട്ട നിമിഷത്തിൽ തന്നെ ഈശോയിൽ വിശ്വസിക്കാനുള്ള കൃപ അവർക്ക് നൽകി. ഈശോയിൽ വിശ്വസിക്കാനുള്ള കൃപ അവർക്ക് നൽകിയെന്ന് മാത്രമല്ല, അവര് ആ നേരം തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ പൂരിതരാകാനായിട്ടുള്ള ആ വലിയ കൃപയും അവർ നൽകി. അത് കേട്ട് അത് കണ്ട് പത്രോസ് എന്താ പറയുന്നേ? ദൈവത്തിന്റെ ആത്മാവ് പൂരിതരായി ഇവരെ പിന്നെ മാമോദിസ നമ്മളായിട്ട് മുടക്കിയിട്ട് എന്തിനാ? നമ്മളായിട്ട് മാമോദിസ മാറ്റിവെക്കണേ എന്തിനാ? ഉടനെ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി പറഞ്ഞു കൊടുത്തു അവർക്ക് മാമോദിസ കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. പക്ഷെ നോക്കുക, കൊർന്നേലിയൂസിന്റെ കുടുംബത്തിൽ സംഭവിച്ചത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നിറങ്ങിയിട്ട് പത്രോസിന് കാണിച്ചു കൊടുക്കുകയാണ്, ഇവർക്ക് മാമോദീസ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് വലിയ കൈവിട്ട കളികൾ കളിക്കുന്ന ആത്മാവാണ്. കൈവിട്ട കളികൾ കളിക്കുന്ന ആത്മാവാണ്. നമ്മള് വരച്ചു വെച്ചിരിക്കുന്ന ട്രാക്കുണ്ട്, മാമോദീസയിലൂടെ ആത്മാവ് വരും എന്ന് അല്ലേ? അത് കൃത്യമാണ്, അതൊരു സംശയമില്ല. പക്ഷെ ഈ കൈവിട്ട കളിയാണ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് ഇവിടെ. ആ ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ വന്ന് അവരെയൊക്കെ നിറച്ചിട്ട് പത്രോസിന് വ്യക്തമായ സൂചന കൊടുക്കും, കാണു പത്രോസെ, കൊടുക്കും മാമോദീസ എന്നാണ് പറഞ്ഞത്. എന്തൊരു ശക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലാണ്. ഇത് തന്നെയാണല്ലോ 15-ാം അധ്യായത്തിൽ പിന്നെ നമ്മൾ കാണുന്നത്. 15-ാം അധ്യായത്തില് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ, ആ ജെറുസലേം സൂനഹദോസിൽ തീരുമാനമെടുത്തത് വിജാതീയരെ ബുദ്ധിമുട്ടിക്കരുത്. എന്നിട്ട് എന്താ പറയുന്നത്? എന്ന് നിങ്ങളോട് ഇന്ന കാര്യങ്ങൾ മാത്രം പറയാൻ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഇന്നത് മാത്രം പറയാൻ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. ഓ, എന്തൊരു പ്രയോഗമാണ്, എന്തൊരു പ്രയോഗമാണ്! ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. ഞങ്ങളുടെ നാട്ടിൽ പറയും, ഈ കുമ്പാരിയും കൂടി ഈ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. വലിയ സ്നേഹമുള്ളവർ അങ്ങനെയാണല്ലോ, തോളത്ത് കൈയിട്ട് നടക്കുന്ന ഏർപ്പാടാ. ഇതുപോലെയാ പ്രിയപ്പെട്ട കുടുംബമേ, ആത്മാവിന്റെ തോളിൽ കൈയിട്ട് നടക്കുക. എനിക്കും ആത്മാവിനും തോന്നിയെന്ന് അപ്പന് പറയാൻ കഴിയട്ടെ, എനിക്കും ആത്മാവിനും തോന്നിയെന്ന് അമ്മയ്ക്ക് പറയാൻ കഴിയട്ടെ, എനിക്കും ആത്മാവിനും തോന്നിയെന്ന് മകനും മകൾക്കും പറയാൻ കഴിയട്ടെ. എനിക്കും ആത്മാവിനും തോന്നി. എത്ര സുന്ദരമാണ്! ആത്മാവിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന കുടുംബം, പരിശുദ്ധാത്മാവും കുടുംബവും. പരിശുദ്ധാത്മാവും കുടുംബവും എന്ന ഈ ഒരു വിഷയം വളരെ വളരെ പ്രസക്തമായൊരു വിഷയമാണ്, വളരെ വലിയൊരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ നീങ്ങേണ്ട സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി പറയാം. നമ്മുടെ എല്ലാവരെയും വക നേരത്തെ അഡ്വാൻസ് ആയിട്ട് അച്ഛന് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ടവരെ, ദിവസം നമ്മൾ ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളാണ്. ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്ന് അത് ദൈവപുത്രന്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ ആണ് എന്നുള്ളതും, ദൈവപുത്രനെ വഴിയൊരുക്കാൻ വന്നവൻ ആത്മാവിനാൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ സജീവമായി എന്നുള്ളതും, ഈ ആത്മാവാണ് പരിശുദ്ധ അമ്മയെ ദൈവപുത്രനെ സ്വീകരിക്കാൻ ഒരുക്കി എന്നുള്ളതും, ഈ ആത്മാവ് തന്നെയാണ് യൗസേപ്പ് പിതാവിനെ, മാതാവിനെ സ്വീകരിക്കാനും ദൈവപുത്രനെ സ്വീകരിക്കാനും യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത് എന്നുള്ളതും, ഈ ആത്മാവ് തന്നെയാണ് ആട്ടിടയരെ ഈ കാലിത്തൊഴുത്തിലേക്ക് നയിച്ചതെന്നും, ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ജ്ഞാനികളെ വഴിതെറ്റാതെ ആ പുൽക്കൊട്ടിയിൽ എത്തിച്ചതെന്നും ഒക്കെ ഉള്ള മനോഹരമായ ഓർമ്മപ്പെടുത്തൽ ഈ ക്രിസ്മസ് നാളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് കൂടാതെ ഒരു കുടുംബം മുന്നോട്ട് നീങ്ങുക അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് ഒരു കുടുംബം നടക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്.
പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടു കൂടിയാണ്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലാണ് ഓരോ കുടുംബവും കുടുംബത്തിലെ ഓരോ വ്യക്തികളും ദൈവഹിതം അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാധാരണ വളരെ ലളിതമായി പറയാറുണ്ട്, ഒരു കുടുംബത്തിലെ അമ്മ ആ കുടുംബത്തിന്റെ വിളക്കാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അപ്പന്മാർ വിചാരിക്കും ഞങ്ങൾ എന്താണ്, അപ്പന്മാർ അതിലൊഴിക്കുന്ന എണ്ണയാണ്, ആ എണ്ണയിൽ വെള്ളം കലർന്നാൽ വിളക്ക് കത്തിയല്ല. അപ്പോൾ ഈ അമ്മ ആകുന്ന വിളക്ക്, ഒരു അമ്മയുടെ ഉള്ളിൽ ദൈവമുണ്ടോ, ദൈവസാന്നിധ്യമുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അമ്മയുടെ അടുക്കളയുടെ അടുക്കും ചിട്ടയും വൃത്തിയുമാണ് എന്നാണ് പറയുന്നത്. അടുക്കളയുടെ ക്രമം അത് അമ്മയുടെ ആധ്യാത്മികതയുടെ സൂചനയാണ്. ഇതിനെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ ആരംഭത്തിൽ വെള്ളത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ആ ചൈതന്യം ക്രമമില്ലാതിരുന്ന രൂപരഹിതമായിരുന്ന ഭൂമിയെ രൂപമുള്ളതും ക്രമമുള്ളതുമാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാത്മാവ് വരുമ്പോൾ ആ വ്യക്തിയെ രൂപമുള്ളതും ക്രമമുള്ളതുമാക്കുന്നു. അപ്പോൾ അതൊരു കുടുംബത്തിലെത്തുമ്പോൾ, ഒരു അമ്മയിലെത്തുമ്പോൾ, ഒരു കർഷകനിലെത്തുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഒരു ക്രമവും കൃത്യതയും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രത്യേകമായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തെ കുറച്ചുകൂടി ദൈവോന്മുഖമായ ദൈവരാജ്യത്തിന്റെ പ്രതിഫലനമാകുന്ന അടുക്കും ചിട്ടയോടും കൂടി വളർത്താൻ, ദൈവാത്മാവിൽ നമ്മളെ തന്നെ സജീവമാക്കാൻ മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഓരോ കുദാശകളിലൂടെയും നമ്മുടെ ഉള്ളിൽ വരുന്ന ആത്മാവിനെ കൂടുതൽ സജീവമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകമായി നമുക്ക് ഈ ഒരു ആഴ്ച ഞായറാഴ്ച, എനിക്ക് തോന്നുന്നു അവിടെ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ഒരു അരമണിക്കൂർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഓൺലൈനിൽ നമ്മൾ ഒരുമിച്ച് വരികയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ക്ലാസ് കൂടാത്തവരായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക. ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളാണ്. നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം അവിടുത്തെ ഒരു സമയം സെൻട്രൽ ടൈം 8 മണിയോടുകൂടി നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അരമണിക്കൂർ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. മറ്റൊന്നുമില്ല, അരമണിക്കൂർ നമ്മൾ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ലാസ് കേട്ട് ഒരുങ്ങി നമ്മൾ, അപ്പോൾ അത് നമ്മുടെ ക്രിസ്മസിനുള്ള വലിയ അടുത്തൊരു ഒരുക്കവുമാകും. ഞങ്ങൾ ഇവിടുന്ന് ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് നമുക്കത് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും എത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം ദൈവം നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ആശംസിക്കുന്നു. ക്രിസ്മസിന് നിങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്മസിന്റെ അവധിക്കാലത്ത് 27-ാം തീയതി മുതൽ നമ്മൾ കുട്ടികൾ, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നു. ലൂമിയർ ടീൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അവരുടെ ജീവിതം കുറെ കൂടി പ്രകാശമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അവരുടെ ഉള്ളിലുള്ള ഭയം മാറ്റി ക്രിസ്തു അവരിൽ ജ്വലിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ആത്മാവിന് വലിയ ജ്വലനം വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമുക്ക് വരുന്ന ഇനി വരാൻ പോകുന്ന നോമ്പ് കാലത്തുള്ള ഇടവക ധ്യാനങ്ങള്, അതോടൊപ്പം മിഷനെ കുറിച്ചുള്ള ചിന്ത. ഇപ്പൊ 2 സ്ഥലത്ത് മിഷന് കുടുംബമായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വൈദികർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പറ്റുന്ന അവരൊക്കെ ജപമാല ചൊല്ലിയും ഒക്കെ ആയിട്ട് പറ്റുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. വരാൻ സാധിക്കുന്നവർ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും കൃത്യമായിട്ട് നടക്കുവാനും, അതുപോലെ ട്രെയിൻ ടിക്കറ്റ് എല്ലാം ലഭിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബേത്ലഹേം എന്ന വൈകിട്ടുള്ള പ്രോഗ്രാം ഇവിടെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. സാധിക്കുന്നവർ സമയം നിങ്ങളുടെ എങ്ങനെയാണ് ക്രമീകരണം എന്ന് നോക്കിയിട്ട് സാധിക്കുന്നവർക്ക് കയറാനുള്ള ശ്രമം ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ക്രിസ്മസിന് ഒരിക്കൽ കൂടി നന്നായിട്ട് ഒരുങ്ങാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. ഏൽപ്പിക്കുന്നു. രോഗികളായിട്ടുള്ളവർ, ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതകൾ അനുഭവിക്കുന്നവർ, മറ്റ് പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളുള്ളവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവർ, ഇവരെല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ എല്ലാവരിലും അങ്ങയുടെ സ്നേഹം സജീവമായി വ്യാപരിക്കാൻ അവിടുന്ന് പ്രത്യേകമായ വിധത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും പ്രാർത്ഥനയും ഞങ്ങൾ തേടുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.